closed Newton codes formulas. The n plus 1 point closed Newton codes formulas used nodes x equal to x naught plus ih. അതായത് n plus 1 പോയിൻറ്റ്സ് ആണുള്ളത് പറയുന്നുണ്ട്. എക്സ് നോട്ട് എക്സ് വൺ എക്സെട്ര എക്സ് എൻ ആയിരിക്കും. അവിടെ പറഞ്ഞിട്ടുണ്ട് i ഈക്വൽ ടു 0 1 എക്സെട്ര എൻ. അതിന് ഓരോന്നും കാണേണ്ട ഫോർമുലയാണ് ഈ തന്നിട്ടുള്ളത്. എക്സ് ഐ ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഐ എച്ച്. എക്സ് നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അത് വെച്ച് പറയാം. എക്സ് നോട്ട് എന്താണ് എ. അത് തന്നിട്ടുള്ള ഇൻ്റർവെല്ലിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ സാധാരണ ചൂസ് ചെയ്യുമ്പോൾ തന്നെയാണ് ഇവിടെ എക്സ് നോട്ടിനെ പറഞ്ഞിട്ടുള്ളത്. എക്സ് നോട്ട് എ ആണ്. അതുപോലെ എക്സ് എൻ എന്നുള്ള എൻ പോയിൻ്റ് ആയിട്ട് ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിൻ്റ് ആയിട്ടുള്ള ബി എന്നാണ് എക്സ് എൻ എടുക്കുന്നത്. എച്ച് എങ്ങനെ കാണുന്നത്? ബി മൈനസ് എ ബൈ എൻ. ബി മൈനസ് എ ബൈ എൻ. എൻ പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ബൈ എൻ ആണ് എച്ച്. അപ്പോൾ എച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് വണ്ണ് കാണാം അല്ലേ. എക്സ് നോട്ട് എ ആണ്. അപ്പോൾ എക്സ് വണ്ണ് അത് വെച്ച് കാണാം അല്ലേ. എക്സ് വൺ എന്താ വരിക? എക്സ് നോട്ട് പ്ലസ് 1 എച്ച്. അതായത് എക്സ് നോട്ട് പ്ലസ് എച്ച് വരും, എ പ്ലസ് എച്ച് വരും. എക്സ് ടു ആകുമ്പോഴോ എക്സ് നോട്ട് പ്ലസ് 2 എച്ച് വരും. എച്ചൊക്കെ ഓരോ വാല്യൂ ചേഞ്ച് ചെയ്യും. കാരണം ഓരോ വാല്യൂ അല്ല, പ്രോബ്ലത്തിനനുസരിച്ചാണ് ചേഞ്ച് ചെയ്യുക. എൻ എത്ര ഉണ്ട് അതിനനുസരിച്ചാണ് എച്ചിൻ്റെ വാല്യൂ വരിക. ഓക്കെ, എൻ എന്നുള്ളത് 3 ആണെങ്കിൽ ബി മൈനസ് എ ബൈ 3 എന്ന് വരും. അങ്ങനെ പിന്നെ ഓരോ എക്സ് വൺ എടുക്കുമ്പോൾ അവിടെ 1 എച്ച് ആയിരിക്കും വരിക. എക്സ് നോട്ട് പ്ലസ് 1 എച്ച്. എക്സ് ടു ആകുമ്പോൾ എക്സ് നോട്ട് പ്ലസ് 2 എച്ച് ആവും. അങ്ങനെ ചേഞ്ച് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് ക്ലോസ്ഡ് ബിക്കോസ് ദി എൻ പോയിൻറ്റ്സ് ഓഫ് ദി ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആർ ഇൻക്ലൂഡഡ് ആസ് നോഡ്സ്. അതായത് നോഡ്സ് ആയിട്ട് എൻ പോയിൻറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ് നോട്ടായിട്ട് എനെയും എക്സ് എൻ ഈക്വൽ ടു ബി ആയിട്ടുമാണല്ലോ ചൂസ് ചെയ്തത്. സോ എൻ പോയിൻറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ക്ലോസ്ഡ് ന്യൂട്ടൺ കോഡ്സ് ഫോർമുലാസ് എന്ന് പറയും. ഇതിനെ നോഡ്സ് ആയിട്ട് ചൂസ് ചെയ്തുകൊണ്ട് ദി ഫോർമുല അസ്യൂംസ് ദി ഫോം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽസ് സമ്മേഷൻ ഐ ഫ്രം 0 to n എ ഐ എഫ് ഓഫ് എക്സ്. അതായത് നമ്മൾ ക്വാഡ്രേച്ചർ ഫോർമുല പറഞ്ഞ രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എറർ ഫോർമുല ഒന്നും തന്നിട്ടില്ല. പക്ഷേ ഇൻ്റഗ്രേഷൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂവിൽ ഇതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സമ്മേഷൻ ഐ ഫ്രം 0 to n എ ഐ എഫ് ഓഫ് എക്സ് ഐ. എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പോലെ തന്നെ ഇൻ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് എൻ എൽ ഐ എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് എ ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് എൻ ബൈ ജെ ഫ്രം 0 to n ജെ നോട്ട് ഈക്വൽ ടു ഐ എക്സ് മൈനസ് എക്സ് ജെ ബൈ എക്സ് ഐ മൈനസ് എക്സ് ജെ ഈക്വൽ ടു ഡി എക്സ്. ഇവിടെ എൽ ഐ എക്സിൻ്റെ ഫോർമുല ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. നമുക്കറിയാമല്ലോ ഓരോ ഐക്കും എന്താണ് ചേഞ്ച് വരിക. ഓക്കെ, ആ ഫോർമുല ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ, ജനറൽ ഫോർമുല. ദി ഫോളോയിങ് തിയറം ഡീറ്റെയിൽസ് ദി എറർ അനാലിസിസ് അസോസിയേറ്റഡ് വിത്ത് ദി ക്ലോസ്ഡ് ന്യൂട്ടൺ കോഡ്സ് ഫോർമുലാസ്. ഇവിടെ ആ ഫോർമുല അപ്രോക്സിമേറ്റ് വാല്യൂ എന്താ വരിക എന്നാണ് പറഞ്ഞത് അല്ലേ. ഫോർമുലേൻ്റെ ഇൻ്റഗ്രേഷൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ഇതാണ് വരിക എന്ന് പറഞ്ഞു. നമ്മളെ ക്വാഡ്രേച്ചർ ഫോർമുല തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇങ്ങനെ കുറച്ച് ഡെഫിനിഷനും കാര്യങ്ങളും കൂടി ഉണ്ട് ന്യൂട്ടൺ കോഡ്സ് ഫോർമുല പറയണത് അല്ലേ. ക്ലോസ്ഡ് ന്യൂട്ടൺ കോഡ്സ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എറർ ടേമിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ഇൻ്റഗ്രേഷൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദി സം എന്നാണ് പറഞ്ഞത്. സോ താഴെ ഒരു തിയറത്തിൽ കൂടിയാണ് ആ എററിൻ്റെ കാര്യം പറയണത്. അത് നോക്കാം. Suppose that summation I from 0 to n ai f of xi denotes the n plus 1 point closed Newton codes formula with x not equal to a, xn equal to b and h equal to b minus a by n. ഇതൊക്കെയാണ് ന്യൂട്ടൺ കോഡ്സ് ഫോർമുല ആകുമ്പോൾ പ്രത്യേകത. ഇങ്ങനത്തെ പോയിൻറ്റ്സ് എച്ചിൻ്റെ വാല്യൂ ഒക്കെ. ദർ എക്സിസ്റ്റ് സീറ്റ ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഒരു സീറ്റ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലുണ്ടാവും. ഫോർ വിച്ച് integral a to b f of x dx equal to summation I from 0 to n a f of xi plus h raised to n plus 3 into f n plus 2 of theta by n plus 2 factorial into integral 0 to n t square into t minus 1 etc. t minus n dt. ഓക്കെ, ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഇതാ വരാൻ നമ്മൾ എഴുതി. പ്ലസ് അതിൻ്റെ എറർ ടേം ആണ് ഈ കാണുന്നത്. ജസ്റ്റ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് എറർ ഫോർമുല. അതായത് ഇങ്ങനെ തരുന്ന എററിന് നമ്മൾ ട്രങ്കാഷൻ എറർ എന്നാണ് പറയാറുള്ളത്. അത് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് എറർ ഫോർമുല. ഇഫ് എൻ ഈസ് ഈവൻ, ഇതെപ്പോഴാണ് വരിക? എൻ ഈവൻ ആവുമ്പോൾ. ആൻഡ് എഫ് ബിലോങ്സ് ടു സി എൻ പ്ലസ് 1 ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. എഫ് സി എൻ പ്ലസ് 1 അല്ല, സി എൻ പ്ലസ് 2.
Cn+2 ഓഫ് ക്ലോസ് ഇൻ്റർവെൽ എ ബി എന്താ മീൻ ചെയ്യണത്? n+2th ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് പറയണ ഈ ടേം പറയണമെങ്കിൽ ആ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ എഫിൻ്റെ n+2th ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും ആൻഡ് ഇസ് കണ്ടിന്യൂസ്. അതാണ് Cn+2 ഓഫ് എ ബി കൊണ്ട് മീൻ ചെയ്യണത്. ഇനി n ഓഡ് ആകുമ്പോൾ ഇങ്ങനെയാണെന്ന് വരിക പറഞ്ഞത്. അതായത് എറർ ഫോർമുലയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ ഒരേപോലെ തന്നെ, എറർ ഫോർമുലയ്ക്ക് ഒരു ചെറിയ മാറ്റം ഉണ്ട് n ഓഡ് ആകുമ്പോഴും ഈവൻ ആകുമ്പോഴും. Integral a to b f of x dx equal to summation I from 0 to n ai f of x by xi plus hn h raised to n plus 2 f n plus 1 of theta by n plus 1 factorial into integral 0 to n t into t minus 1 etc. t minus n dt. ഇവിടെ ഇതാണ് എറർ ഫോർമുല. ഇഫ് n is odd and f belongs to Cn plus 1 of closed interval a b. കാരണം ഇവിടെ n+1th ഡെറിവേറ്റീവ് ആണ് ആവശ്യം. സോ എഫിൻ്റെ n+1th ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും ആൻഡ് ഇസ് കണ്ടിന്യൂസ് ആണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഫ്രം ദി എബോവ് തിയറം, ഫ്രം എറർ ഫോർമുല ഇതിൽ നിന്നാണ് പറയുന്നത്, വി ക്യാൻ സീ ദാറ്റ് വെൻ n ഈസ് ആൻ ഈവൻ ഇൻറ്റീജർ, n ഈവൻ ഇൻറ്റീജർ ആകുമ്പോഴുള്ള കേസ് ഇത്, ദ ഡിഗ്രി ഓഫ് പ്രിസിഷൻ ഈസ് n+1 അല്ലേ? ഡിഗ്രി ഓഫ് പ്രിസിഷൻ n+1 ആയിരുന്നു. ഇവിടെ n+2th ഡെറിവേറ്റീവാണ് വരുന്നത് അല്ലേ? അപ്പോൾ എക്സ് റൈസ് ടു n+1 വരെ എടുത്തു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു 0, എക്സ് റൈസ് ടു 1 എക്സെട്ര എക്സ് റൈസ് ടു n+1 വരെ ഉള്ളതിൻ്റെ n+2th ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 0 അല്ലേ വരിക? നമ്മൾ ട്രപ്പിസോയിഡ് റൂൾ പറഞ്ഞപ്പോൾ അവിടെ എക്സ് അല്ലേ, എക്സ് റൈസ് ടു 0, എക്സ് റൈസ് ടു 1 ആണ് നിന്നത്. അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവാണ് എറർ ടേമിൽ ഉണ്ടായിരുന്നത്. സോ പ്രിസിഷൻ 1 ആണ് വന്നത്. സിംപ്സൺ റൂൾ പറഞ്ഞപ്പോൾ 4th ഡെറിവേറ്റീവ് ആയിരുന്നു എറർ ടേമിൽ ഉണ്ടായിരുന്നത്, പ്രിസിഷൻ 3 വന്നു. അപ്പോൾ ഇവിടെ n+2th ഡെറിവേറ്റീവാണ് എറർ ടേമിലുള്ളത്. അപ്പോൾ പ്രിസിഷൻ n+1 വരും. അതുപോലെ ഓഡ് ആകുമ്പോൾ ഡെറിവേറ്റീവ് വരുന്നത് n+1th ഡെറിവേറ്റീവാണ്. അപ്പോൾ പ്രിസിഷൻ എന്തായിരിക്കും വരിക? n. അതാണ് എഴുതിയിട്ടുള്ളത്. ദി ഡിഗ്രി ഓഫ് പ്രിസിഷൻ ഈസ് n+1. അതെങ്ങനെ കിട്ടണത്? n+2 - 1. ഈ ഉള്ളിൽ നിന്ന് ഒന്ന് കുറച്ചതാണ്. ട്രപ്പിസോയിഡലാകുമ്പോൾ സെക്കൻഡ് വന്നത്, അതിനൊന്ന് കുറച്ചിട്ട് 1 ആണ് കിട്ടിയത്. സിംപ്സൺ ആയപ്പോൾ 4 ആയിരുന്നു ഡെറിവേറ്റീവിൻ്റെ ടേമിൽ വന്നിരുന്നത്. സോ അതിനൊന്ന് കുറച്ച് 3 അങ്ങനെ കിട്ടി. അതുപോലെ ഇവിടെ n+2 ഒന്ന് കുറച്ചപ്പോൾ n+1 ആണ് വരിക. ആൻഡ് വെൻ n ഈസ് ഓഡ്, ഈ കേസിൽ ദ ഡിഗ്രി ഓഫ് പ്രിസിഷൻ ഈസ് ഓൺലി n+1 എന്ന് ഒന്ന് കുറച്ചത്. Some common closed Newton codes formulas with their error terms are listed. In each case, the unknown value theta lies in open interval a b. ഇതിൻ്റെ കുറച്ച് സ്പെഷ്യൽ കേസസ് ആണ് താഴെ എഴുതിയിട്ടുള്ളത്. n-ന് പല വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടണത്. n 1 കൊടുത്താൽ നമുക്ക് ട്രപ്പിസോയിഡ് റൂളാണ് കിട്ടുകയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, n 1 കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ x0 to x1 f of x dx. a to b എഴുതണേന് നമുക്ക് x0 to x1 എഴുതാം അല്ലേ? 2 പോയിൻറ്റ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു h/2. n 1 ആകുമ്പോൾ x0 to x1 ആണ് ഉണ്ടാവുക. നമുക്കിങ്ങനെ പറഞ്ഞത് x0 x1 എക്സെട്ര xn വരെ. സോ n 1 ആകുമ്പോൾ x0 to x1 ആണ് ഉണ്ടാവുക. ഇൻ്റഗ്രൽ a to b എന്നുള്ളത് ഇൻ്റഗ്രൽ x0 to x1 ആവും. xn എന്നുള്ളത്, അതായത് b എന്നുള്ളത് ഇവിടെ x1 ആണ് വരിക, a എന്നുള്ളത് x0 ആണ് വരിക. ഇൻ്റഗ്രൽ x0 to x1 f of x dx ഈക്വൽ ടു h/2 f of x0 പ്ലസ് f of x1. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് തന്നെയായിരുന്നു ട്രപ്പിസോയിഡ് റൂള് കിട്ടിയിരുന്നത്. ഇത് ആക്ച്വലി ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്തത്. n = ഓടാകുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ഇത്. ഓക്കെ, ഡെറിവേഷനൊന്നും എഴുതിയിട്ടില്ല. ഇതിൽ n = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫോർമുലയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ h-നെ കുറിച്ചൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ട്രപ്പിസോയിഡ് റൂളിൽ h = b - a അങ്ങനെ ഡിഫൈൻ ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. ഇവിടെ h = b - a/n ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ ക്വാഡ്രേച്ചർ ഫോർമുല ആയപ്പോൾ അതിൽ h-ൻ്റെ ടേം ഒന്നും ഉണ്ടായില്ല. h ഇല്ല, അത് ജസ്റ്റ് ഒരു ഇൻ്റഗ്രേഷൻ്റെ ടേം അല്ലെങ്കിൽ x - xn - x0 എന്നുള്ള രീതിയിലായിരുന്നു എഴുതിയത്. h ഒക്കെ നമ്മൾ ട്രപ്പിസോയിഡൽക്കും സിംപ്സൺസ്ക്കും മാറ്റിയപ്പോഴാണ് h ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ h-ന് ഒരു ജനറൽ ഫോർമുല b - a/n തന്നിട്ടുണ്ട്. സോ ഓരോ n-ൻ്റെ കേസിൽ നമുക്ക് ജസ്റ്റ് n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി h കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ n = 1 ആകുമ്പോൾ നമുക്ക് ഈ ഫോർമുലയിൽ നിന്ന് ഇത് കിട്ടും, ട്രപ്പിസോയിഡ് റൂള് കിട്ടും. അതുതന്നെയാണ് നമുക്ക് മുന്നേ ക്വാഡ്രേച്ചർ ഫോർമുല യൂസ് ചെയ്ത് എഴുതിയപ്പോഴും കിട്ടിയിരുന്നത്. നെക്സ്റ്റ് n = 2 ആകുമ്പോൾ n 2 കൊടുത്തു കഴിഞ്ഞാൽ
ഇപ്പോൾ ഈ ഫോർമുല ആവും അല്ലേ, n ഈവൻ ആകുമ്പോൾ അതല്ലേ. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിംപ്സൺസ് റൂളാണ് കിട്ടുന്നത്. ഈ സിംപ്സൺസ് റൂളിനെ സിംപ്സൺസ് 1/3 റൂളെന്നും പറയാറുണ്ട്. അതിന് റീസൺ എന്താ വെച്ചെങ്കിൽ ഇവിടെ 1/3 അല്ലേ വരാറുള്ളത്, 1/3 ഓഫ് ദിസ് ഫംഗ്ഷനാണ് പറയുന്നത്. ഇത് ജസ്റ്റ് എറർ ഫോർമുലയാണ്, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടത് അറിയാമല്ലോ, ഈ ഫസ്റ്റത്തെ ഈ ടേമാണ്. സോ ഇതിന് 1/3 പറയാൻ കാരണം 1/3 ഇൻറ്റു h ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ സിംപ്സൺസ് റൂളിനെ സിംപ്സൺസ് 1/3 റൂളെന്നും പറയാറുണ്ട്. ഇനി n = 3 ആകുമ്പോഴാണ് കേസ്. പിന്നെ ഇത് ശ്രദ്ധിക്കണം, n 2 ആകുമ്പോൾ x0, x1, x2 വരെയുള്ളത്. അപ്പോൾ x0 ആണ് a, x2 ആണ് b. അപ്പോൾ ഇൻ്റഗ്രൽ a to b എന്നുള്ളത് ഇൻ്റഗ്രൽ x0 to x2 എന്ന് എഴുതി. f(x) dx h/3 f(x0) + 4f(x1) + f(x2) - h⁻5/90 f(4) of θ. θ എന്നുള്ളത് x0 to x2, അതായത് ആ തന്ന ഇൻ്റർവെല്ലിൻ്റെ ഇടക്ക് വരുന്ന പോയിൻ്റ്. ഓക്കെ, ഇതിനടുക്കുള്ള പോയിൻ്റ്. n = 3. n = 3 ആകുമ്പോൾ കിട്ടുന്ന ഫോർമുലേനെ സിംപ്സൺസ് 3/8 റൂൾ എന്ന് പറയും, അല്ലെങ്കിൽ സിംപ്സൺസ് 3/8 റൂൾ എന്ന് പറയും. കാരണം എന്താ വെച്ചെങ്കിൽ ഇവിടെ 1/3 ആണെങ്കിൽ ഇവിടെ 3/8 ആണ് കിട്ടുന്നത്. ഇൻ്റഗ്രൽ x0 to x3 f(x) dx. n 3 ആകുമ്പോൾ ഉണ്ടാവുക x0, x1, x2, x3 വരെ ഉണ്ടാവുക ഇൻ്റഗ്രേഷൻ വരെ. സോ x0 to x3, x0 എന്നുള്ളത് a ആവും, x3 എന്നുള്ളത് b ആവും. ഇൻ്റഗ്രൽ x0 to x3 f(x) dx 3h/8 f(x0) + 3f(x1) + 3f(x2) + f(x3) - 3h⁵5/80 f(4) of θ. ഇത് എറർ ടേം ആയിട്ട് വരും, വേർ x0 > θ x3. അപ്പോൾ ഇതിന് നമ്മൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക, ഈ സെക്കൻഡ് ഫോർമുല. n = 4 ആകുമ്പോൾ അതുപോലെ ഇൻ്റഗ്രൽ x0 to x4 f(x) dx 2h/45. അതിന് പേരൊന്നും പറയുന്നില്ല കേട്ടോ പ്രത്യേകിച്ച്. 7 f(x0) + 32 f(x1) + 12 f(x2) + 32 f(x3) + 7 f(x4) - 8h⁻7/945 f(6) of θ, where x0 θ x4. ഇത് തന്നിട്ടുള്ള ഇൻ്റർവെല്ലിലെ പോയിൻ്റ്. ജസ്റ്റ് ആ എയും ബിയും എന്താണോ അതുതന്നെയാണ് ഇവിടുത്തെ x0 x4. ഓരോ ഫോർമുല ആകുമ്പോൾ അതിൻ്റെ പേര് ജസ്റ്റ് മാറുന്നു എന്നേ ഉള്ളൂ അല്ലേ. എൻ പോയിൻറ്റ്സിനെ ആണ് നമ്മൾ എയും ബി ആയിട്ട് എടുക്കുന്നത്. ലാസ്റ്റത്തെ ഈ n = 4 ആകുമ്പോൾ ഫസ്റ്റ് ടേം വരുന്നത് x0 ആണ്, ലാസ്റ്റത്തെ ഇതാണെങ്കിൽ x4 ആണ്. അപ്പോൾ അതാണ് എയും ബി ആയിട്ട് എടുത്തത്. ഇതുപോലെ ഓപ്പൺ ന്യൂട്ടൺ കോട്സ് ഫോർമുലാസ് ഇതേ രീതിയിൽ തന്നെ ചേഞ്ച് എന്താവും, അവിടെ എൻ പോയിൻറ്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ക്ലോസ്ഡ് ആകുമ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ പിൻ്റെ എൻ പോയിൻറ്റ്സ് പറഞ്ഞാൽ എയും ബിയും അത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. x0 = a യു ആയിട്ട് എടുത്തത്, xn എന്നുള്ളത് ബി ആയിട്ടാണ് എടുത്തത്. ഇവിടെ അത് ഇൻക്ലൂഡ് ചെയ്യാതെ വരുമ്പോൾ ആ ഫോർമുലയിൽ നമ്മൾ ഓപ്പൺ ന്യൂട്ടൺ കോട്സ് ഫോർമുലാസ് എന്ന് പറയും. ദി ഓപ്പൺ ന്യൂട്ടൺ കോട്സ് ഫോർമുലാസ് ഡു നോട്ട് ഇൻക്ലൂഡ് ദി എൻ പോയിൻറ്റ്സ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആസ് നോട്ട്സ്. അതിനെ നോട്ട്സ് ആയിട്ട് എടുക്കൂല. അവിടെ നമ്മൾ x0 = a എടുത്തിരുന്നു, xn ബി ആയിട്ട് എടുത്തിരുന്നു. ഇവിടെ ഇതിനെ എനും ബിനെയും ഇതിൻ്റെ എൻ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എനും ബിനെയും നോട്ട്സ് ആയിട്ട് കൂട്ടില്ല എന്നാണ് പറഞ്ഞത്. ദേ യൂസ് ദി നോട്ട്സ് xi = x0 + ih. ആദ്യത്തെ നോട്ട്സ് വരിക xi എന്നുള്ളത് x0 + ih ആണ് വരിക. ഫോർ ഈച്ച് i = 0, 1 etc. n. പിന്നെ x0 ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. h = b - a/n + 2. ക്ലോസ്ഡ് ഫോർമുലയിൽ എന്തായിരുന്നു, b - a/n അല്ലേ. h എന്നുള്ളത് b - a/n ആയിരുന്നു. ഇവിടെ h b - a/n + 2 ആണ് വന്നത്. x0 എന്നുള്ളത് അവിടെ a ആയിട്ടാണ് ചൂസ് ചെയ്തത്, പക്ഷേ ഇവിടെ x0 എന്നുള്ളത് a + h ആയിട്ടാണ് ചൂസ് ചെയ്യണത്. നമ്മൾ പറഞ്ഞു നോട്ട്സ് ആയിട്ട് എനും ബിനെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നോട്ട്സ് വരുന്നത് x0, x1 etc. xn വരെയാണ്. സോ x0 a ചൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് x0 എന്നുള്ളത് തൊട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന പോയിൻ്റ് ആയിട്ടുള്ള a + h ചൂസ് ചെയ്യണത്. ഓക്കെ, x0 = a + h. ദിസ് ഇംപ്ലൈസ് ദാറ്റ് xn = b - h. ഇതുപോലെ തന്നെ xnനെ കുറിച്ച് എന്ത് പറയാം, b - h. ബീൻ്റെ തൊട്ട് മുന്നുള്ള പോയിൻ്റായിട്ടാണ് xn എടുക്കുന്നത്. നോട്ട്സ് വരെ x0, x1 etc. xn. എയും ബിയും നോട്ട്സിൽ ഉൾപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ x0 എന്നുള്ളത് a കഴിഞ്ഞ് തൊട്ട് അടുത്ത് വരുന്ന പോയിൻ്റ്, അതായത് ജസ്റ്റ് ഒരു h ആഡ് ചെയ്തതാവും, a + h എടുത്തു. അപ്പോൾ b എന്നുള്ളത് xn എന്നുള്ളത് എന്താവും, ബീൻ്റെ തൊട്ട് മുന്നുള്ള പോയിൻ്റ് ആവൂലേ അല്ലേ. x0 a + h ആവുമ്പോൾ a കഴിഞ്ഞിട്ടുള്ള പോയിൻ്റ്. xn എന്ന് പറയുമ്പോൾ b ഉൾപ്പെടാൻ പറ്റില്ല. ബീൻ്റെ തൊട്ട് മുന്നുള്ള പോയിൻ്റ് പറഞ്ഞാൽ ഒരു h കുറവായിരിക്കും. സോ xn = b - h ആയിട്ടും ചൂസ് ചെയ്യും.
So we label the endpoints by setting x minus 1. സഫിക്സ് ആയിട്ട് -1 ആണ് ഇത്. എക്സ് -1 ഈക്വൽ ടു എ ആൻഡ് എക്സ് n plus 1 ഈക്വൽ ടു ബി. ഈ എൻ പോയിൻറ്റ്സിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു നൊട്ടേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സ് -1 ആണ് എ, എക്സ് n plus 1 ആണ് ബി. നോട്ട്സ് ആയിട്ട് ഇവിടെ ആരേ ഉള്ളൂ, x0 x1 എക്സെട്ര എക്സ് തന്നെ ഉള്ളൂ. അവിടെ x0 എന്നുള്ളത് a plus h ആണ്, xn എന്നുള്ളത് b minus h ആണ്. എയും ബിയും അതിൽ വരുന്നില്ല. പിന്നെ ബാക്കി x1 ഒക്കെ ഇത് യൂസ് ചെയ്തിട്ട് കണ്ടെത്താം. ഇത് യൂസ് ചെയ്തിട്ട് കണ്ടെത്താം. x1 എന്ന് പറഞ്ഞാൽ x0 പ്ലസ് h വരും, x2 പറഞ്ഞാൽ x0 പ്ലസ് 2h വരും. അങ്ങനെ h കാണാനുള്ള ഫോർമുലയും തന്നിട്ടുണ്ട്. ഓപ്പൺ ഫോർമുലാസ് കണ്ടെയ്ൻ ഓൾ ദി നോഡ്സ് യൂസ്ഡ് ഫോർ ദി അപ്രോക്സിമേഷൻ വിത്ത് ദി ഓപ്പൺ ഇൻ്റർവൽ എ ബി. ദി ഫോർമുലാസ് ബിക്കം integral a to b f of x dx equal to integral x minus 1 to x plus 1. കാരണം എക്ക് നമ്മൾ എന്താണ് ലേബൽ ചെയ്തത് x minus 1, ബിക്ക് x n plus 1 അത് കൊടുത്തു. x minus 1 to x n plus 1 f of x dx approximately equal to summation I from 0 to n a f of xi, where ai equal to integral a to b li of x dx. നേരത്തെ പോലെ തന്നെയാണ് വരുന്നത്, പക്ഷേ ചില കാര്യങ്ങളിലൊരു ചേഞ്ച് ഉണ്ട്. എന്താണ്, ഇവിടുത്തെ പോയിൻറ്റ്സ് ഒക്കെ ഡിഫറൻസ് ആണ്. നമ്മളെ അവിടെ x0 a എന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ x0 a plus h ആയിട്ട് അടുത്തത്. അതുപോലെ എച്ചിൻ്റെ ഫോർമുലയിൽ ഡിഫറൻസ് ഉണ്ട്. b minus a by n plus 2 ആണ്, അവിടെ b minus a by n ആയിരുന്നു. ആസ് ഇൻ ദി കേസ് ഓഫ് ക്ലോസ്ഡ് ന്യൂട്ടൺ കോട്സ് ഫോർമുലാസ്, ദി ഫോളോയിങ് തിയറം ഡീറ്റെയിൽസ് ദി എറർ അനാലിസിസ് അസോസിയേറ്റഡ് വിത്ത് ദി ഓപ്പൺ ന്യൂട്ടൺ കോട്സ് ഫോർമുലാസ്. നമ്മൾ ക്ലോസ്ഡിൻ്റെ കേസിൽ പറഞ്ഞു, ഒരു തിയറം പറഞ്ഞല്ലോ, എറർ ഫോർമുല ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓപ്പണിൻ്റെ കേസിൽ ഒരു തിയറം പറയുകയാണ്. സപ്പോസ് ദാറ്റ് സമ്മേഷൻ I from 0 to n a f of xi denotes the n plus 1 point open Newton Cotes formula with x minus 1 equal to a, x n plus 1 equal to b and h equal to b minus a n plus 2. There exists theta belongs to open interval a b, for which integral a to b f of x dx equal to summation I from 0 to n a f of x. അതായത് ഈ ടേം തന്നെയാണ്, കൂടെ എറർ ടേം പ്ലസ് h raised to n plus 3 fn plus 2 of theta by n plus 2 factorial integral -1 to n plus 1 t square into t minus 1 etc. t minus n dt. if n is even, n ഈവൻ ആകുമ്പോഴാണ് ഈ ഫോർമുല വരുന്നത്. ആൻഡ് എഫ് എവിടെ വരണം, n plus 2th ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമല്ലോ. സോ എഫ് ബിലോങ്സ് ടു സി n plus 2 ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബി. ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു സമ്മേഷൻ I from 0 to n a I f of xi plus h n plus 2 into h raised to n plus 2 into f n plus 1 of theta by n plus 1 factorial into integral -1 to n plus 1 t into t minus 1 etc. t minus n dt. if n is odd ആകുമ്പോൾ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണുള്ളത് ഇത്. ഇവിടെ എത്രാമത്തെ ഡെറിവേറ്റീവ് വരെ എക്സിസ്റ്റ് ചെയ്യേണ്ടി വരും, n plus 1th ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് എഫ് ബിലോങ്സ് ടു സി n plus 1 ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. Some of the common Newton Cotes formulas with their error terms are as follows. നമ്മൾ തൊട്ട് മുന്നേ ക്ലോസിൻ്റെ കേസിൽ പറഞ്ഞില്ലേ, എന്നിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്നത്, അതാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. n equal to 0 എന്നുള്ള കേസ്, ഈ റൂളിനെ പറയുന്ന പേരാണ് മിഡ് പോയിൻ്റ് റൂൾ. n equal to 0 ആകുമ്പോഴുള്ള കേസാണ് മിഡ് പോയിൻ്റ് റൂള്. ഇൻ്റഗ്രൽ x minus 1 to x1 നോക്കാം. ഇൻ്റഗ്രൽ x minus 1 to x1 എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ പറഞ്ഞു എ ആയിട്ട് x minus 1 ആണ് ലേബൽ ചെയ്തിട്ടുള്ളത്, ബിന് x n plus 1 ആണ്. അപ്പോൾ n 0 പറയുമ്പോൾ എ എന്നുള്ളത് x minus 1 വരും എൻ്റെ സ്ഥാനത്ത് ഇൻ്റഗ്രേഷനിൽ. ഇവിടെ എന്ത് വരും, x1 വരും. ബി എന്നുള്ളത് x n plus 1 എന്ന് പറയുമ്പോൾ n 0 ആണെങ്കിൽ x1 ആവും. അങ്ങനെയാണ് ഇൻ്റഗ്രൽ x minus 1 to x1 എന്ന് വന്നത്. ഇൻ്റഗ്രൽ x minus 1 to x1 f of x dx. n 0 ആകുമ്പോൾ ഫോർമുല വരുന്നത് ഇൻ്റഗ്രൽ x minus 1 to x1 f of x dx equal to 2h f of x0 plus h cube by 3 f double dash of theta, where x minus 1 less than theta less than x1. അതായത് എ എന്നുള്ള x minus 1 ആണ്, ബി x1 ആണല്ലോ. n 1 ആകുമ്പോൾ കിട്ടണത് എ എന്നുള്ളത് എപ്പോഴും x minus 1 തന്നെ കേട്ടോ. ഓക്കെ, ബി എന്നുള്ളത് ചേഞ്ച് ചെയ്യും. നമ്മൾ ബി എന്നുള്ളത് x n plus 1 ആണല്ലോ, ഇത് എന്നിൻ്റെ ഒരു ടേം ഉള്ളതുകൊണ്ട് n ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ബിക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇവിടെ n 1 ആയതുകൊണ്ട് x n plus 1 എന്ന് പറയുമ്പോൾ x2 വരും ബി.
x minus 1 to x2 f of x dx equal to 3h by 2 f of x0 plus f of x1 plus 3h cube by 4 f double dash of theta where x minus 1 less than theta less than x2. പിന്നെ ഈവൻ ഓഡ് എന്നുള്ള കേസ് നിങ്ങൾ നോക്കണം കേട്ടോ. ഇത് ഈവൻ്റെ കേസാണ് അപ്ലൈ ചെയ്യണത്, ഇവിടെ ഓഡിൻ്റെ കേസാണ്. നെക്സ്റ്റ് ഈവൻ n equal to 2. അപ്പോൾ ഇതിൻ്റെ ഒരു x minus 1 to 2 plus 1 വരുമല്ലേ, xn plus 1 പറയുമ്പോൾ x3 വരും. f of x dx equal to 4h by 3 2f of x0 minus f of x1 plus 2f of x2 plus 14h raised to 5 by 45 f4 of theta where x minus 1 less than theta less than x3. ഈ ഇൻ്റർവൽ n equal to 3 ആകുമ്പോൾ ഇതിൻ്റെ ഒരു x minus 1 to x3 f of x dx equal to 5h by 24 11 f of x0 plus f of x1 plus f of x2 plus 11 f of x3 plus 95 by 144 h raised to 5 f4 of theta. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ലാസ്റ്റ് വന്നിട്ടുള്ളതൊക്കെ എറർ ടേമാണ്. ജസ്റ്റ് ഇൻ്റഗ്രേഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റത്തെ ടേമിൻ്റെ മാത്രം ചെയ്താൽ മതി. ഇൻ്റഗ്രൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു പറഞ്ഞിട്ട് ആ വാല്യൂ കണ്ടെത്തിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ഇത് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഈ ഓരോ സ്പെഷ്യൽ കേസസും ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ഫോർമുലയിലുള്ളതും ക്ലോസ്ഡിലുള്ളതും നോക്കാം. Compare the results of closed and open Newton Cotes formulas when approximating integral 0 to pi by 4 sin x dx which is equal to 1 minus root 2 by 2 approximately equal to 0.29289322. അതായത് ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പൺ ന്യൂട്ടൺ കോട്സ് ഫോർമുലയും ക്ലോസ്ഡ് ന്യൂട്ടൺ കോട്സ് ഫോർമുലയും സ്പെഷ്യൽ കേസസ് നമ്മൾ പറഞ്ഞു എന്നിന് ഡിഫറെൻറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ അതിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഏകദേശം ഈ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്, ഏത് കൊടുക്കുമ്പോഴാണ് ഏറ്റവും അടുത്ത് കിട്ടണമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ ദി ക്ലോസ്ഡ് ഫോർമുല നമ്മൾ n equal to 1 കൊടുക്കുമ്പോൾ ട്രപ്പിസോയിഡ് റൂളാണ് പറയുന്നത് അല്ലേ. അവിടെ ഇൻ്റഗ്രേഷനിൽ വന്നിരുന്ന x0 to x1 ആണ്. ക്ലോസ്ഡ് ഫോർമുലയിൽ h എന്നുള്ളത് b മൈനസ് a ബൈ n ആയിരുന്നു, അതൊക്കെ ഓർമ്മ വേണം. പിന്നെ x0 to x1 എന്നാണ് വരിക അല്ലേ. x0 എന്നുള്ളത് a, x1 ഈക്വൽ ടു b. x0 എന്നുള്ളത് അപ്പോൾ 0, x1 എന്നുള്ളത് പൈ ബൈ 4 വരും. h എന്നുള്ളത് b മൈനസ് a ബൈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b ഇവിടെ x1 x1 മൈനസ് x0 ബൈ n എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. സോ x1 മൈനസ് x0 ഉണ്ടാവുള്ളൂ, അതായത് പൈ ബൈ 4 വരും. ഇൻ്റഗ്രൽ 0 to pi by 4 sin x dx അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എറർ ടേം കൂടെ എഴുതാത്തതുകൊണ്ടാണ് നമ്മൾ അപ്രോക്സിമേഷൻ ഇട്ടത്. ഇവിടെ h by 2 ആണ് ഉണ്ടായിരുന്നത്, h എന്നുള്ളത് പൈ ബൈ 4 ആണ്, പൈ ബൈ 4 by 2 f of x0 പ്ലസ് f of x1 ആയിരുന്നു. f of x ഇവിടെ സൈഡിൽ എഴുതിക്കോട്ടെ, ഇതിനാദ്യം തന്നെ എഴുതാം. ഹിയർ f of x ഈക്വൽ ടു sin x. അപ്പോൾ f of 0 പ്ലസ് f of പൈ ബൈ 4 ആണ് വരിക. f of x0 എന്നുള്ള f of 0 ദാറ്റ് ഈസ് sin 0 വരും. നെക്സ്റ്റ് f of x1 എന്നുള്ളത് sin പൈ ബൈ 4 വരും. ഇത് വാല്യൂ കണ്ടാൽ 0.27768018 ആണ് കിട്ടുന്നത്. ഏകദേശം കുഴപ്പമില്ലാത്ത വാല്യൂ തന്നെയാണ്. ഇവിടെ 0.2928 എന്നുള്ള രീതിയിലാണ്, ഇവിടെ 0.277. ഓക്കെ, കുഴപ്പമില്ല. n equal to 2 ആകുമ്പോൾ സിംസൺസ് റൂള്, അതിൽ x0 ഈക്വൽ ടു 0 ലാസ്റ്റ് പോയിൻറ്റിന് നമ്മൾ x2 ആയിട്ട് എടുക്കും അല്ലേ. xn എന്നുള്ളത് x2 ആണല്ലോ, അപ്പോൾ പൈ ബൈ 4. അപ്പോൾ x0 x2 കൊടുത്തു. h എന്നുള്ളത് അവിടെ ചെയ്തിരുന്നത് b മൈനസ് a ബൈ n ആകുമ്പോൾ x2 മൈനസ് x0 ബൈ 2 എന്ന് വരും അല്ലേ. x2 മൈനസ് x0 ചെയ്താൽ പൈ ബൈ 4 കിട്ടുക, പൈ ബൈ 4 ബൈ 2 പറയുമ്പോൾ പൈ ബൈ 8 ആണ് h വരിക. അപ്പോൾ x1 കണ്ടെത്താം. x1 എന്ന് പറഞ്ഞാൽ x0 കൂടി ഒരു h ആഡ് ചെയ്തത്. x1 ഈക്വൽ ടു x0 പ്ലസ് h. x0 0 ആയതുകൊണ്ട് x1 എന്തെന്നെ വരും, h തന്നെ വരും, ദാറ്റ് ഈസ് പൈ ബൈ 8 എന്ന് വരും. ഇവിടുത്തെ ഫോർമുല ഉണ്ടായിരുന്നത് ഇൻ്റഗ്രൽ x0 to x2 അതായത് 0 to pi by 4 sin x dx അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു h by 3. h എന്നുള്ളത് പൈ ബൈ 8 ആണ്, h by 3 f of x0 പ്ലസ് 4f of x1 പ്ലസ് f of x2 ആയിരുന്നു. f of x0 പറയുമ്പോൾ sin 0 വരും. 4 ഇൻറ്റു f of x1 പറയുമ്പോൾ 4 ഇൻറ്റു sin പൈ ബൈ 8 വരും, പ്ലസ് f of x2 പറയുമ്പോൾ sin പൈ ബൈ 4 വരും. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 0.29293263 എന്ന് വരും. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് കൂടുതൽ അടുത്തിട്ടുള്ളൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. ട്രപ്പിസോയിഡലുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ അടുത്തിട്ടാണ് നമുക്ക് ആക്ച്വൽ വാല്യൂനോട് വളരെ അടുത്തൊരു വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത് സിംസൺസിൽ. സിംസൺ എന്നൊക്കെ നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതാണ്, അതിലും കണ്ടിട്ടുണ്ട്. സിംസൺസ് ആണ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് n equal to 3 ആകുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സിംസൺസ് 3/8 റൂള്.
അവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 0, അതായത് സ്റ്റാർട്ടിങ് പോയിന്റ് എക്സ് നോട്ട് 0, ലാസ്റ്റ് പോയിന്റ് ഇവിടെ x3 വരും π/4. എച്ച് എന്നുള്ളത് x3 - x0/n വരും, ദാറ്റ് ഈസ് x3 - x0/3, π/4/3, ദാറ്റ് ഈസ് π/12. അപ്പോൾ x1 എന്നുള്ളത് x0 പ്ലസ് എച്ച് വരും. x0 പ്ലസ് എച്ച് പറയുമ്പോൾ 0 പ്ലസ് എച്ച് π/12 തന്നെ ആവും. x2 പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു xi ഈക്വൽ ടു x0 പ്ലസ് ഐ എച്ച് ആണ്. അപ്പോൾ x1 ആകുമ്പോൾ x0 പ്ലസ് 1h, x2 ആകുമ്പോൾ x0 പ്ലസ് 2h. x0 എന്നുള്ളത് 0 ആണ്. 0 പ്ലസ് 2h പറഞ്ഞാൽ 2 × π/12, ദാറ്റ് ഈസ് π/6 എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്താ, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3h/8 ആയിരുന്നു അവിടെ ഫോർമുല. 3h/8 f ഓഫ് x0 പ്ലസ് 3f ഓഫ് x1 പ്ലസ് 3f ഓഫ് x2 പ്ലസ് f ഓഫ് x3. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടുത്തെ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ 0 പ്ലസ് 3 സൈൻ π/12 പ്ലസ് 3 സൈൻ π/6 പ്ലസ് സൈൻ π/4. വാല്യൂ കിട്ടുന്നത് 0.29291070. അപ്പോൾ സിംപ്സൺസ് 3/8 റൂൾ വെച്ച് കഴിഞ്ഞാലും നമുക്ക് വളരെ അടുത്തിട്ടുള്ളൊരു വാല്യൂ തന്നെയാണ് കിട്ടുന്നത്, അല്ലേ? ആക്ച്വൽ വാല്യൂവിനോട് അടുത്തൊരു വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. n = 4 ആകുമ്പോൾ ഇതുപോലെ x0 0 വരും. x4 ആണ് ഇവിടെ π/4 എടുക്കുക. h എന്നുള്ളത് x4 - x0/4, ദാറ്റ് ഈസ് π/4/4 വരും, π/16. x1 എന്നുള്ളത് x0 പ്ലസ് 1h, ദാറ്റ് ഈസ് π/16 തന്നെ വരും. x2 എന്നുള്ള x0 പ്ലസ് 2h, അതായത് 0 പ്ലസ് 2 × π/16 വരും, π/8 ആവും. x3 എന്നുള്ള x0 പ്ലസ് 3h, 0 പ്ലസ് 3 × π/16 വരും, ദാറ്റ് ഈസ് 3π/16 തന്നെ എഴുതി. ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2h/45 എന്നായിരുന്നു. പിന്നെ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ കിട്ടുന്നത് 2π/16, h ആയിട്ട് π/16 കൊടുത്തു, /45. 7 f ഓഫ് x0 എന്നുള്ളത് 7 sin 0 പ്ലസ് 32 f ഓഫ് x1 ആയിരുന്നു, 32 sin π/16. 12 f ഓഫ് x2 ആയിരുന്നു, അപ്പോൾ 12 sin π/8 ആണല്ലോ x2. നെക്സ്റ്റ് 32 sin f ഓഫ് x3 ആയിരുന്നു, 32 sin 3π/16 പ്ലസ് 7 sin x4 ആയിരുന്നു, sin π/4 എന്ന് വരും. വാല്യൂ വരിക 0.29289318. ഇതും അടുത്തൊരു വാല്യൂ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഫോർ ദി ഓപ്പൺ ഫോർമുലാസ് നമ്മൾ n = 0 മുതൽ കൊടുത്തിട്ടുണ്ട്. n = 0 ആകുമ്പോൾ മിഡ് പോയിൻറ്റ് ഫോർമുല എന്താ വരിക, x - 1 = 0. എപ്പോഴും x - 1 ഫസ്റ്റ് പോയിൻ്റ് ആയിരിക്കും. എ ആയിട്ട് എന്ത് പോയിൻ്റാണ് വന്നത്, ഇവിടെ ഇൻ്റഗ്രലിൽ എൻ്റെ സ്ഥാനത്ത് വന്ന പോയിൻ്റ് 0 ആണ്. അപ്പോൾ x - 1 എപ്പോഴും 0 ആയിരിക്കും. x - 1 0. പിന്നെ നെക്സ്റ്റ് x1 എന്നുള്ളത് b ആയിട്ട് വരും. x1 എങ്ങനെയാണ് പറഞ്ഞത്, n+1 ആണ് അല്ലേ. xn+1 = b ആണല്ലോ നമ്മൾ പറഞ്ഞത്. സോ ഇവിടെ n 0 ആയതുകൊണ്ട് x1 ആണ് b എന്നുള്ള പോയിന്റ് എടുക്കുക. സോ x1 = π/4. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് h എന്നുള്ളത് x1 - x - 1/n+2 എന്ന് വരും, അല്ലേ? അല്ലെങ്കിൽ b - a അങ്ങനെ പറയാം. ജനറൽ ഫോമിൽ പറയുകയാണെങ്കിൽ b - a/n+2. ഇവിടെ ബീൻ്റെ സ്ഥാനത്തുള്ള π/4 ആണ്, a എന്നുള്ളത് 0 ആണ്. n+2, n 0 ആണ്, അപ്പോൾ 0 + 2 വരും, π/4/2 വരും, π/8. x0 എന്നുള്ളത് a+h ആണ്, അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. x0 = a+h ആണ്, a എന്നുള്ളത് 0 ആണ്. x - 1 ആണ് നമ്മൾ a ആയിട്ട് എടുത്തത്. അപ്പോൾ 0 + π/8 വരും, π/8 വരും. ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ 2 × π/8 sin π/8 വരും, അതായത് 2h f ഓഫ് x0 ആയിരുന്നു, അല്ലേ? അവിടെ x0 π/8 ആണ്, h π/8 ആണ്. അപ്പോൾ 2 × π/8 sin π/8 കിട്ടും. വാല്യൂ വരിക 3.0055887 ആണ്. വാല്യൂ കുറച്ച് കൂടുതലാണ്, എന്നാലും 29 കുഴപ്പമില്ല, അടുത്തിട്ട് തന്നെയാണ്. ഈ 9 അങ്ങോട്ട് എടുത്താൽ 3 ആയിട്ട് വരുമല്ലോ. നെക്സ്റ്റ് n = 1 ആകുമ്പോൾ x - 1 0 തന്നെ. നെക്സ്റ്റ് x2 ആണ് π/4 വരിക, അല്ലേ? xn+1 ആണ് b വരിക എന്ന് പറഞ്ഞപ്പോൾ n+1 പറയുമ്പോൾ ഇവിടെ 2 വരും. സോ x2 ആണ് π/4. h b - a/n+2 വരും. b π/4 ആണ്, a 0 ആണ്, π/4 - 0. n+2 പറയുമ്പോൾ 1 + 2 3 വരും, ദാറ്റ് ഈസ് π/12 എന്ന് വരും. x0 എന്ന് പറഞ്ഞാൽ a+h π/12 വരും. x1 എന്ന് പറഞ്ഞാൽ x0 + h, അതായത് xi എന്നുള്ളത് x0 + ih ആണല്ലോ. x1 ആകുമ്പോൾ x0 + 1h, അത് ചെയ്താൽ π/6 വരും. കാരണം x0 എന്നുള്ളത് π/12 ആണ്, h എന്നുള്ളത് π/12 ആണ്. രണ്ടും ആഡ് ചെയ്താൽ π/6 എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇതിൻ്റെ ഫോർമുല വരെ (0 to π/4 sin x dx ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3h/2 ആണ് വന്നിരുന്നത്. 3 × π/12/2 sin f of x0 പ്ലസ് sin f of x1 ആയിരുന്നു വന്നത്. അപ്പോൾ f of x0 പ്ലസ് f of x1 ആയിരുന്നു വന്നത്. അപ്പോൾ എന്താ വരിക, sin π/12 പ്ലസ് sin π/6 വരും. വാല്യൂ 0.29798754. n = 2 ആകുമ്പോൾ അതുപോലെ x-1 0 വരും, x3 π/4 വരും, h എന്നുള്ളത് π/16 കിട്ടും. അപ്പോൾ x-1 h അറിഞ്ഞു കഴിഞ്ഞാൽ x0 കാണാം. x0 എന്നുള്ളത് a പ്ലസ് h ആണല്ലേ, a എന്നുള്ളത് 0 ആണല്ലോ, 0 പ്ലസ് h π/16 വരും. x1 എന്നുള്ളത് അത് കൂടി ഒരു h കൂടി ആഡ് ചെയ്യുക, അപ്പോൾ π/8 വരും. x2 എന്നുള്ളത് 2h ആഡ് ചെയ്യുക, x0 കൂടി 2h ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3h/16 വരും. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ വരിക 4π/16, 4h/3 ആണ്. 4π/16/3 2 sin π/16, അതായത് 2f of x0 ആയിരുന്നു മൈനസ് sin f of x1 പ്ലസ് മൈനസ് f of x1 ആയിരുന്നു പ്ലസ് 2f of x2 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ഥാനത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ മൈനസ് sin π/8 പ്ലസ് 2 sin 3π/16 വാല്യൂ വരുന്നത് 0.29285866. അതുപോലെ n = 3 ആകുമ്പോൾ x-1 0, x4 എന്നുള്ളതാണ് π/4 വരെയല്ലേ, n+1 ആകുമ്പോൾ 4 ആണല്ലോ, x4 π/4, h π/4 - 0/5 ചെയ്താൽ π/20 കിട്ടും. x0 എന്നുള്ളത് a കൂടി h ആഡ് ചെയ്തത് π/20 വരും. x1 എന്ന് പറഞ്ഞാൽ x0 കൂടി ഒരു h ആഡ് ചെയ്തത് π/10, x2 എന്നുള്ളത് x0 കൂടി 2h ആഡ് ചെയ്തത് 3π/20, x3 3h x0 കൂടി ആഡ് ചെയ്യുക, അപ്പോൾ π/5 കിട്ടും. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും, 5π/20 24/24 × 11 sin π/20 പ്ലസ് sin π/10 പ്ലസ് sin 3π/10 പ്ലസ് 11 sin π/5 വാല്യൂ വരുന്നത് 0.29286923. ഇതൊക്കെ ഏകദേശം അടുത്തുള്ള വാല്യൂസ് തന്നെയാണ്. പിന്നെ ഓപ്പൺ കോഡ്സ് ഫോർമുലയിലും ന്യൂട്ടൺ കോഡ്സ് ഫോർമുലയിലൊക്കെ ഓപ്പൺ ന്യൂട്ടൺ കോഡ്സ് ഫോർമുലയിലും ക്ലോസ്ഡ് ന്യൂട്ടൺ കോഡ്സ് ഫോർമുലയിലൊക്കെ ജസ്റ്റ് ആ ഫിഗർ വരച്ചിട്ടുണ്ട്, അതൊന്ന് വരക്കാം കേട്ടോ. അതായത് Pn of x വരുന്ന ഗ്രാഫാണ്, നമ്മൾ ജസ്റ്റ് ആ പോളിനോമിയൽ വെച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ Pn of x-ൻ്റെ ഗ്രാഫാണ് ഈ വരച്ചിട്ടുള്ള ഡാർക്ക് ബ്ലാക്കിൽ വരച്ചിട്ടുള്ളത്. ഇനി റെഡിൽ കൊടുത്തിട്ടുള്ളതാണ് f of x-ൻ്റെ ഗ്രാഫ്. അതായത് നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് റീജിയൻ്റെ ഏരിയ ആയിട്ടാണ് വരിക, ഈ ബ്ലാക്ക് കർവിന് താഴെ ഷെയ്ഡ് ചെയ്ത റീജിയൻ ഉണ്ടല്ലോ അതിൻ്റെ ഏരിയയാണ് കിട്ടുക. പക്ഷേ ആക്ച്വൽ ഫങ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ റെഡ് ലൈനിൽ അതാണ് ആക്ച്വൽ ഫങ്ഷൻ. അപ്പോൾ അതിൻ്റെ താഴെയുള്ള റീജിയനിൽ ചില പോർഷൻ ഉൾപ്പെടാത്തതുണ്ട്, ചിലത് എക്സ്ട്രാ വന്നതുകൊണ്ട്. അപ്പോൾ അതാണ് ഈ ഫോർമുല ആകുമ്പോൾ പ്രത്യേകത. ഇനി നെക്സ്റ്റ് ഓപ്പൺ ആകുമ്പോഴും ഏകദേശം ഇങ്ങനെ തന്നെ കേട്ടോ. അതായത് നമുക്ക് എക്സ്ട്രാ ഇല്ലാത്ത കുറച്ച് ഭാഗം വരും, ഉള്ള ഭാഗങ്ങൾ കുറച്ച് പോയിട്ടും ഉണ്ടാവും. ഓക്കെ, ഇതാ ഓപ്പൺ കോഡ്സ് ഫോർമുലേൻ്റെ ഫിഗർ ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ബ്ലാക്കിൽ കൊടുത്തിട്ടുള്ളതാണ് Pn of x-ൻ്റെ കർവ്. ആക്ച്വലി ഇതിൻ്റെ ഇൻ്റഗ്രേഷനാണ് നമ്മൾ ഈ ഫോർമുല ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താ വെച്ചാൽ y = f of x-ന് താഴെ ഉള്ളതാണ് ആക്ച്വലി വേണ്ടത്, റിയൽ ഏരിയ വേണ്ടത്. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ കംപ്ലീറ്റ് വരും. ഓക്കെ, ഇതൊക്കെ ഉൾപ്പെടും ഈ ഫോർമുല യൂസ് ചെയ്ത് കണ്ടെത്തുമ്പോഴേ. അപ്പോൾ എക്സ്ട്രാ ഉള്ള കുറച്ച് ഭാഗം ചേർന്നിട്ടുണ്ടാവും, പിന്നെ ആവശ്യമുള്ള ഭാഗം ഇല്ലാത്തതും ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ചെറിയ ചേഞ്ചസ് എന്നാണ് സംഭവിക്കണുള്ളൂ. നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ചെയ്ത് വെച്ചിട്ട് കാണാം, ഏകദേശം അടുത്ത വാല്യൂ തന്നെയാണ് കിട്ടുന്നതൊക്കത്തില്ല. അപ്പോൾ ഒന്ന് കുറവുള്ളത് ബാക്കിയുള്ളടത്ത് കുറച്ച് ആഡ് ചെയ്യുമ്പോൾ അത് നികത്തപ്പെടും. ആ രീതിയിലാണ് ഏകദേശം ഒരേപോലെ തന്നെ ഒക്കെ കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഗ്രാഫ് വരക്കട്ടോ, അത് അല്ലാതെ ഇതങ്ങനെ കൂടുതൽ ചോദിക്കൊന്നുമില്ല. പിന്നെ ആ ഫോർമുല നിങ്ങൾ പഠിച്ച് വെക്കുക, കുറച്ചൊക്കെ ജനറൽ ഫോർമുല പഠിച്ച് വെക്കാൻ അതിന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക. ഇനി ഫോർമുല പഠിച്ച് വെക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ.